കേരള ഭൂപരിഷ്കരണ നിയമം കേരള സമൂഹത്തിലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങളെ ഏത് തരത്തിലാണ് ബാധിച്ചതെന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. പുതിയ കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടാം ഭൂപരിഷ്കരണ നിയമം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒന്നാം ഭൂപരിഷ്കരണ നിയമത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ അത് അടിസ്ഥാന പിന്നോക്ക വിഭാഗങ്ങളെ എത്തരത്തിലാണ് ബാധിക്കുന്നത്, അത്തരം അപാകതകൾ രണ്ടാം ഭൂപരിഷ്കരണ നിയമത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം ഉണ്ടാകേണ്ടതുണ്ട്. മാന്യവർ മുകുന്ദൻ പെരുവട്ടൂർ കഴിഞ്ഞ 35 വർഷമായി ദലിത് മേഖലയിലും അതേപോലെ തന്നെ അതിൻ്റെമായി ബന്ധപ്പെട്ട ചരിത്ര രചനയിലുമൊക്കെ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹത്തെ ടോപ്പ് മീഡിയയുടെ ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമായും താങ്കളുടെ ബാല്യകാലം, വിദ്യാഭ്യാസം, ജനനം, അത്തരം കാര്യങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. അതൊന്ന് പറഞ്ഞാൽ. ബാല്യകാലമൊക്കെ തന്നെ കൊയിലാണ്ടി പെരുവട്ടൂർ തന്നെയാണ് ജന്മവും താമസവും സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ തന്നെ കൊയിലാണ്ടി കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു പുസ്തകരചനയിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. അത് ഞാൻ ഈ നന്മണ്ട KP കരുണാകരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. രമേശ് നന്മണ്ടയുടെ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു പുസ്തകം കിട്ടിയിരിക്കുന്നത്. അത് 1960 ആക്ടിവേറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. പിന്നെ 1963, 69 നിയമങ്ങളൊക്കെ വാങ്ങി ഇപ്പം 4ാമത്തെ എഡിഷൻ ഇറക്കുക ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ പുസ്തകരചനയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ, അതേപോലെ തന്നെ നേരിട്ടിട്ടുള്ള തടസ്സങ്ങൾ, അതൊക്കെ എന്തൊക്കെയായിരുന്നു? അതായത് അതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. പുസ്തകരചനയ്ക്ക് എന്ന് പറഞ്ഞാൽ പുസ്തകരചനയ്ക്ക് ശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് കാര്യമായിട്ട് ഈ പുസ്തകങ്ങൾ പല സ്ഥലങ്ങളിലും വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ CPMൻ്റെ ഭാഗത്ത് നിന്ന് അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചുകൊടുന്ന പല സ്ഥലത്തുനിന്ന് ആളുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് പിന്നെ അന്നത്തെ ഈ പുസ്തകം വെച്ച ആളുകൾ പ്രതിഷേധിക്കുകയും അതിനോടനുബന്ധിച്ചൊരു പാംഫ്ലെറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൻ്റെ അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അവരിൽ തന്നെയാണ് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. അവർ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നുകൊണ്ടാണ് അതിലുള്ള അപാകതകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൽ ബുദ്ധിമുട്ട് തോന്നും. കാരണം അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഭൂപരിഷ്കരണം വന്നത് കൊണ്ട് ഇവിടുത്തെ പട്ടികവർഗക്കാരൊക്കെ തന്നെ അവർക്ക് 10 സെൻറ്റ് സൗജന്യമായ ഭൂമി കിട്ടി എന്നുള്ളൊരു പാടാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ ഭൂപരിഷ്കരണ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. കുടികിടപ്പ് കൊടുത്തത് അല്ലെങ്കിൽ പട്ടികവർഗക്കാരനും ഒക്കെ തന്നെ ഭൂപരിഷ്കരണം വഴി കുടികിടപ്പ് കിട്ടിയത് അവർ പൈസ കൊടുത്തിട്ടാണ് ഭൂപരിഷ്കരണ പ്രകാരം ഭൂമി കിട്ടിയത്, അല്ലാതെ സർക്കാർ സൗജന്യമായിട്ട് കൊടുത്തിട്ടില്ല. ആ വിവരം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയൊരു നുണക്കഥ പൊളിഞ്ഞു വീഴുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിനോട് എതിരായിട്ട് അവർ കൂടുതലും എതിർക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഈ ഒരു വിഷയമാണ് പ്രധാന വിഷയം. മന്ത്രിസഭയിലുണ്ടാകുന്ന ഒരു മന്ത്രി, ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ്. ഒരാൾ ഭൂമി ഒരാൾ സ്വന്തമാക്കുന്നതിലൂടെ അയാൾ ഒരു സ്വയം പര്യാപ്തമാകുകയും അയാളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുകയും, അങ്ങനെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ചില വേർഡുകളുണ്ട്, ബ്രഷ്, സോപ്പ്, എന്ന് വെച്ചാൽ ഈ ആളുകളൊന്നും ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ള ധ്വനിയും കൂടി അതിലുണ്ട്. അപ്പം അങ്ങനെ അവരൊരു സ്വത്തുടമസ്ഥാവകാശം അയാളിലേക്ക് വരുന്നത് മൂലം അദ്ദേഹത്തിൻ്റെ വാങ്ങൽ ശേഷി വർദ്ധിക്കുകയും, വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പാദനശേഷി മുതലാളിത്തം കൂട്ടുകയും അങ്ങനെ മുതലാളിത്തം കൂടുതൽ വ്യാപകമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു മുതലാളിത്ത മുദ്രാവാക്യമായിട്ടാണ് കരുതപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, P. രാജീവാണെന്ന് തോന്നുന്നത് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനു മുമ്പേ തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ രണ്ടാം ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത് അരാജകത്വം ഉണ്ടാക്കുന്ന
അരാജകത്വം എന്ന് പറയുന്നുണ്ടെങ്കിൽ നാട്ടിലെ കലാപം അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതല്ലേ പറയുന്നത് അതിനർത്ഥം. പിന്നീട് പിന്നെ MV ഗോവിന്ദൻ ഇപ്പോഴത്തെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാക്കും ഈ രണ്ടാം ഭൂപരിഷ്കരണ വാദം എന്നാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇദ്ദേഹം പറയുക. ഇയാൾ കുറച്ചുകൂടി ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുന്നുള്ളൂ. പക്ഷേ ആ സാമ്പത്തിക വാദം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അതിനോട് യോജിച്ചു പോകാത്ത സംഭവമാണ്. മനസ്സിലായില്ലേ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ പിന്നെ ബുദ്ധിജീവികൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് വേറൊരു വിഷയം. അല്ല, അങ്ങനെ പറയാത്തതിൽ ഒരു കാര്യം വെച്ചാൽ ഇവരെല്ലാവരും, അത് ഏത് പാർട്ടിയായാലും, ഇപ്പോൾ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഇവരെല്ലാവരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരുടെയും സ്വരം ആ നിലക്ക് ഒന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരേ തൂവൽ പക്ഷികളാണ് എല്ലാവരും എന്നാണ് വിചാരിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമം കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങളെ ഏത് തരത്തിലാണ് കൂടുതൽ ബാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് അവർക്ക് ഗുണപ്രദമായിരുന്നു എന്നുള്ള കാര്യം അതൊന്ന് വിശദീകരിക്കാൻ കഴിയല്ല. അല്ല, ഗുണപ്രദമായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നത് 1957 നിയമം വന്നപ്പോഴാണ്, അന്ന് നിയമമായിട്ടില്ല, ബില്ല് വന്നപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടികിടപ്പ് ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള അവകാശം, വില കൊടുത്ത വാങ്ങാനുള്ള അവകാശമാണ് പറയുന്നത്. അതിന് പ്രത്യേക നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, ഇവിടെ പക്ഷേ ഈ ഇതിൻ്റെ ഇതിൻ്റെ പ്രചാരകർ പറയുന്നത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട്. തൊഴിലാളി വർഗത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അതെന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്? അല്ല, കുടികിടപ്പ് നിയമത്തിൻ്റെ ഇപ്പോൾ പിന്നെ 75-ാം വകുപ്പിലാണ് കുടികിടപ്പ് നിയമത്തിനെ കുറിച്ച് പറയുന്നത്. അത് ഇപ്പം ഈ ശരിക്കും കുടികിടപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ജന്മിയുടെ സ്ഥലം, അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കൃഷി ചെയ്യാനും വേണ്ടിയിട്ട് ഈ ആളുകൾക്ക് കൊടുത്തൊരു സ്ഥലമാണത്. അത് വളച്ചു കെട്ടി അവർ വർഷങ്ങളോളം താമസിക്കുമ്പോൾ നല്ല സ്ഥലമായി മാറും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ജന്മി പറയും ഞങ്ങൾക്കിതൊന്ന് വിട്ട് ഒഴിഞ്ഞ് തരണം, ഞങ്ങൾക്ക് വേറെ സ്ഥലം തരുന്നത്. അവിടെയും പിന്നീട് നന്നാക്കി വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിയും. അപ്പോഴാണ് ഈ പിന്നെ പാർട്ടി അധികാരത്തിൽ വരും, ഇനി ഞങ്ങൾ കുടിയിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് നിയമം വരുന്നത്, ഒരു ഓർഡിനൻസ് വരുന്നത്, കുടിയിറക്ക് നിരോധന ബില്ല്. അപ്പം അതിനു മുമ്പേ ഒരു പാടിക്കൊടുത്തത് നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ആളുകൾ വിചാരിച്ച് ഇനി നമ്മൾ ഈ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, കൃഷി ചെയ്യുന്ന ഭൂമി നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. അങ്ങനെ ഒരു പിന്നെ ചിന്താഗതിയിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാർട്ടിനോട് അവർക്ക് വലിയ താല്പര്യം, ഇന്നും കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു ചതി എന്താ പറയുന്നുണ്ടെങ്കിൽ ഈ ഭൂപരിഷ്കരണത്തിൽ പിന്നെ ഭാരം ഏർപ്പാടുന്നുണ്ട് സംഭവം. അത് 15-ാം വകുപ്പിലാണ്. അത് പ്രകാരം പട്ടികക്കാരൻ കൈവശം വെച്ചിരിക്കുന്നത് പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമി അവർക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നാണ്. അവിടെ ഫ്രീ ആണ്. നിങ്ങൾ എത്ര ഭൂമി കൃഷി ചെയ്യുന്നുണ്ടോ അത്രയും ഭൂമി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് ഭാരം ഏർപ്പാടിലൂടെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്ന പറയുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 75-ാം വകുപ്പിലെ പിന്നെ ഈ കുടികിടപ്പ് നിയമം നടപ്പിലാക്കി. അവിടെ എന്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കുടികിടപ്പ് നിയമം ആദ്യം പാസ്സാക്കി കഴിഞ്ഞാൽ കുടികിടപ്പിലൂടെ ഭൂമി കിട്ടി കഴിഞ്ഞാൽ 3 സെൻറ്റിലധികം ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഭൂമി യാതൊരു തരത്തിലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതവിടെ അടച്ചു കളഞ്ഞു. നേരെ മറിച്ച് 15-ാം വകുപ്പാണ് ആദ്യം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഏക്കർ കണക്കിൽ ഭൂമി SC/STക്ക് കിട്ടുമായിരുന്നു. സംഭവം മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ദോഷം അവർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നും പറയുന്നു, മറ്റേ സ്ഥലത്ത് ഒരു കൊടുക്കില്ല എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഇപ്പം ഇവിടെ 3 സെൻറ്റിലധികം ഭൂമി ഇവർക്ക് കുടികിടപ്പിലൂടെ കിട്ടിയാൽ വേറെ ഭൂമി കൊടുക്കാൻ പാടില്ല നിയമമുണ്ട്. പക്ഷെ ജന്മിക്ക് പിന്നെ ഈ മിച്ചഭൂമി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പം മിച്ചഭൂമി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ അന്ന് 50% ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കണം. അതിൽ 25% SC/STക്ക് കൊടുക്കണം. പക്ഷേ SC/STക്ക് കൊടുക്കുമ്പോൾ സർക്കാരിന് ആവശ്യമുള്ള ഭൂമി, ഇപ്പോൾ ആശുപത്രി, ബസ് സ്റ്റാൻഡ് അതുപോലുള്ള മുഴുവനും ഈ SC/STക്ക് മാറ്റിവെച്ച
പിന്നെ ഭൂമിയിൽ നിന്ന് എടുക്കണം. സ്കൂളുകൾ അതെ, മുഴുവൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കി ഇല്ലെങ്കിൽ ഇല്ല. ബാക്കി 50% ഉണ്ട്. ഈ ബാക്കി 50% ചെറുകിട കൈവശക്കാർക്ക് ആയിട്ടുള്ള ജന്മിമാർക്ക് കൊടുക്കണം. ബാക്കി ഇനി 25% ഉണ്ടല്ലോ, അത് 5 ഏക്കറിൽ കുറവുള്ള ജന്മിമാർക്ക് കൊടുക്കണം. തിരിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? നേരത്തെ പട്ടികക്കാരൻ്റെ സംബന്ധിച്ചിടത്തോളം കുടികടപ്പ് 3 സെന്റിൽ കൂടുതലുള്ളവന് ഭൂമി വേറെ കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ജന്മിക്ക് 5 ഏക്കറിൽ കുറവുള്ള ആൾക്കാർക്ക് വീണ്ടും മിച്ച ഭൂമി കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ CPM-ന്റെ ആൾക്കാരൊക്കെ പുസ്തകത്തിനെതിരെ വന്നത്. അതിൽ ഇത് ഭൂപരിഷ്കരണ നിയമം കേരള ആക്ട് ഏകദേശം 1970 നടപ്പാക്കുന്നത്. സെയിം സാധനം തന്നെ ഇപ്പോഴും നടപ്പാണ്. അതായത് നമ്മുടെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അതിൽ നോക്കുമ്പോഴേ EWS പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കുന്ന 10% സംവരണം കൊടുക്കുക എന്നുള്ളതാണ് EWS പറയുന്നത്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഉൾപ്പെടെ 2.5 ഏക്കർ ഭൂമി സ്വന്തമായിട്ട് അവർക്ക് വെക്കാം എന്നുള്ളതാണ്. 75 സെന്റ് അല്ലേ കോർപ്പറേഷനിൽ? കോർപ്പറേഷനിൽ 50 സെന്റ് 50 സെന്റാണ്. അങ്ങനെയാണ്. അപ്പോൾ 2.5 ഏക്കർ ഭൂമി ആ നിലക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഉൾപ്പെടെ 2.5 ഏക്കർ അവർക്ക് സ്വന്തമായിട്ട് വെക്കാന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്, പട്ടികജാതിക്കാർക്ക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് 3 സെന്റ് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 പേരുള്ള കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് 3 സെന്റിന് അത് അവകാശമില്ല. അതായത് 3 പേരുള്ള ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം. അപ്പോൾ 10 സെന്റ് കൊണ്ട് 3 മക്കളും ഉണ്ടെങ്കിൽ എന്തായാലും 3 സെന്റ് അയാൾക്ക് അവകാശമുണ്ടല്ലോ. അങ്ങനെ ലൈഫ് മിഷനിൽ നിന്ന് 3 സെന്റ് സ്ഥലം മേടിക്കണം എന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇയാൾക്ക് 3 സെന്റ് ഭൂമിക്ക് അവകാശമില്ലാന്ന്. ആ സ്ഥലത്താണ് ഈ EWS 2.5 ഏക്കർ ഭൂമി അവർക്ക് കൈവശം വെക്കാം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. ആ ഒരു നിയമത്തിൽ തന്നെയുള്ള വേറൊരു കാര്യമുണ്ട്. അവർക്ക് ഈ EWS വരുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് വീട് പണിയാൻ, അതായത് പട്ടികജാതിക്കാർക്ക് ഈ പഠനമുറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് അതിന് ഇതുണ്ട്, ഈ വരുമാന പരിധിയുണ്ട്. ബ്ലോക്കാണ് കൊടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വരും. അവർ അതിന് വീടിൻ്റെ വലുപ്പം 850 സ്ക്വയർ ഫീറ്റ് കൂടുതൽ വീടുണ്ടെങ്കിൽ കിട്ടൂല. പക്ഷെ അവർക്ക് 1250 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഇത് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പഴയ ഭൂപരിഷ്കരണ നിയമത്തിൽ എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു ചതിക്കുഴികൾ ഉള്ളത്, അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷെ പൊതുസമൂഹമോ അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, നിങ്ങളിപ്പോൾ നേരത്തെ 1970 ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയെന്നല്ലേ? അതിന് മുമ്പ് ഇത് 1969 പിന്നെ പരിഷ്കരിച്ചതാണ് 70 നടപ്പാക്കി. അതിന് മുമ്പേ ഉണ്ട്. 1957 പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നത് അത് രാഷ്ട്രപതിക്ക് അയച്ച്, അപ്പം അത് ചില ഭേദഗതികളിലൂടെ തിരിച്ചു വന്നു. അപ്പോഴത്തെ EMS നമ്പൂരിപ്പാട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പട്ടം താണുപ്പിള്ള 60 ഒന്ന് പാസ്സാക്കി. പിന്നീട് പിന്നെ 63 കോൺഗ്രസ് വന്നപ്പോൾ ചെയ്തു. ഇതൊക്കെ ആ സമയത്ത് ഇങ്ങനെ പിന്നെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന് 69 ഒരു ഭേദഗതി ചെയ്തത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് ഇപ്പം നിലവിലുള്ളത്. മനസ്സിലായില്ലേ? ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു ചാതുർവർണ്ണത്തിന്റെ ഒരു രീതിയായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മിച്ച ഭൂമി പിടിച്ചെടുത്താലും അത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ഇവർക്കാണ്, ജന്മിമാർക്ക് തന്നെയാണ്. മനസ്സിലായില്ലേ? ജന്മിമാർക്ക് നേരത്തെ ഭൂമി ഉണ്ടായിരുന്നിട്ട് പോലും 5 ഏക്കറിൽ കുറവാണെങ്കിൽ അയാൾക്ക് വീണ്ടും ഭൂമി കൊടുക്കാം. ഇപ്പൊ 69 ഇപ്പൊ 70 നടപ്പാക്കിയ ഈ ഭൂമിയിൽ നിയമത്തിൽ അത് 1 ഏക്കറായി കുറച്ചെന്നുള്ളൂ. പക്ഷെ അതിന് മുമ്പേ നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം 1 ഏക്കറിൽ കുറച്ച് പിന്നെ ഉള്ള ജന്മിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നേരത്തെ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ഒരു വിവേചനം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പട്ടികക്കാർക്ക് 25% ഭൂമി മാറ്റി വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് സർക്കാരിന് ആവശ്യമുള്ള എല്ലാ ഭൂമിയും കൊടുക്കണം. നേരെ മറിച്ച് ഈ ജന്മിക്ക് മാറ്റിവെച്ച ഭൂമിയിൽ നിന്ന് കൊടുക്കണം എന്ന് പറയുന്നില്ല.
അപ്പം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തൊഴിലാളി വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഈ പിന്നെ ഭൂമിയുടെ വിതരണം പിന്നെ അന്ന് പലതരത്തിൽ ഈ 4 പ്രാവശ്യം ഇറങ്ങിയ നിയമത്തിലും പല വിധത്തിലാണ് വന്നത്. എന്നാലും നമുക്ക് പൊതുവായിട്ട് പറയാം, മൊത്തത്തിലുള്ള ഭൂമി അന്ന് സീലിംഗ് വെച്ചിരിക്കുന്ന 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 15 ഏക്കർ ഭൂമിയാണ്. അതായത് 5 അംഗങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, പിന്നെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ. പ്രായപൂർത്തിയായ ആൾക്കാർക്ക് ഇതിൽ കൊടുക്കുന്നില്ല, അതിന് വേറെ തന്ത്രമുണ്ട് അവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് 15 സെന്റ്, 15 ഏക്കർ. ബാക്കി ഭൂമി മുഴുവൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിധി വെച്ചിട്ടില്ല. ഏത് എന്തിന്? തോട്ടം ഭൂമി, സ്വകാര്യ വനം ഭൂമി, ഇതിന് പരിധി വെച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഈ ഭൂമി മുഴുവനും അതിലേക്ക് മാറ്റാം. അത് മാത്രമല്ല, സ്കൂള്, കോളേജുകൾ, പിന്നെ ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഈ വർക്ക്ഷോപ്പ്, വ്യവസായശാലകൾ, ഇതിനൊന്നും പരിധിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 100 ഏക്കർ സ്ഥലമുള്ള ഒരു ആൾക്ക് 5 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 15 ഏക്കർ കൃഷിഭൂമി കയ്യിൽ വയ്ക്കും. ബാക്കി 85 ഏക്കർ മുഴുവനും ഈ വിഭാഗത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റാൻ കഴിയുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമി തോട്ടഭൂമിയാക്കുകയാണെന്നോ അല്ലെങ്കിൽ സ്വകാര്യ വനഭൂമിയാക്കുകയാണെന്നുള്ള ഒരു കാര്യം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത അപ്പം തീർന്നു. അപ്പം സ്വാഭാവികമായിട്ട് 100 ഏക്കർ ഭൂമിയുള്ള ഒരു ജന്മിക്ക് യാതൊരു തരത്തിലും ഭൂമി നഷ്ടപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഭൂമി പിടിച്ചെടുക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് മിച്ചഭൂമി കിട്ടുന്നത്. ആ മിച്ചഭൂമിയാണ് ഇവർക്ക് വീണ്ടും തിരിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ബില്ലിലും നിയമത്തിലും ഒക്കെ തന്നെ പട്ടികക്കാരോട് ഈ വിവേചന കാണിക്കുന്നത്. ജന്മിയെ എങ്ങനെ അയാളുടെ ഭൂസ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള രീതി എങ്ങനെ നിയമം ഉണ്ടാക്കാന്നാ പറഞ്ഞു നോക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രായപൂർത്തിയായ ആളുകളെ ഈ കുടുംബത്തിൽ പെടുത്തുന്നില്ല. അയാൾക്ക് ഭൂമി വേണ്ടേ? അതിനെന്ത് ചെയ്യുന്ന പറയുന്നത് ഈ 85 ഏക്കറയില്ലേ, പലതരത്തിലുള്ള സംരക്ഷണ അവരുദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ സ്വകാര്യ വനം ഉണ്ടാക്കാം, തോട്ടഭൂമി ഉണ്ടാക്കാം, സ്കൂൾ ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ട്. അത് മാത്രമല്ല, ഇയാൾക്ക് സ്വന്തമായിട്ട് ഭൂമി എടുക്കണമെങ്കിൽ ഇഷ്ടദാനം നൽകാം. ഈ വ്യക്തി ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഇഷ്ടദാനമായിട്ട് അച്ഛനും അമ്മയും കൊടുക്കാം. അപ്പൊ ഈ 6 ആളുടെ ചിലപ്പോൾ അത് മാത്രമല്ല, 5-ൽ കൂടുതൽ ഒരു അംഗം വരുമ്പോൾ 1 ഏക്കർ കൂടുതൽ വരാം. 60-ലും 63-ലൊക്കെ നിയമാനുസരിച്ച് 36 ഏക്കർ വരെ ഒരു കുടുംബത്തിൽ വെക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ ഈ വിധത്തിൽ പോകാം. സ്വകാര്യ വന ഭൂമിയോ അല്ലെങ്കിൽ തോട്ടം ഭൂമിയോ, അതും അല്ലെങ്കിൽ ഇഷ്ടദാനമായിട്ടൊക്കെ കൊടുക്കാം. ഇഷ്ടദാനത്തിന് ആദ്യം ചെറിയൊരു ഇളവുണ്ട്, പരിധി ഉണ്ടായിരുന്നു. പിന്നെ ആ പരിധി എടുത്തു മാറ്റിക്കളഞ്ഞു. പിന്നീട് 1974-ലോ കേരള ഹൈക്കോടതി അത് നിരോധിച്ചു, റദ്ദ് ചെയ്താണ്. പിന്നെ വീണ്ടും അത് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഓർഡിനൻസ് വഴി പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. പിന്നീട് അത് നിയമമാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ CH മുഹമ്മദ് കോയ ഒരു 52 ദിവസം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം വന്ന് 11ാമത്തെ ദിവസം ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു, ഇഷ്ടദാനം. മനസ്സിലായില്ലേ? അല്ല, ഈ കാര്യത്തിൽ ഇവരെല്ലാവരും ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ്. SC STക്ക് എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ള, അത് നമ്മൾ പഞ്ചസാര എന്ന കടലാസിൽ എഴുതിയിട്ട് നക്കുക എന്നുള്ള ആ രീതി മാത്രമാണ്, മറ്റു വേറൊന്നുമല്ല. ഇത് ഭൂപരിഷ്കരണ നിയമം ശരിക്ക് ഈ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ ഇടയ്ക്ക് ഓരോ അതിൻ്റെ വകുപ്പും എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്ക് ഈ പാർട്ടി എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. അത് നമ്മളെ ആളുകളെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടം. സത്യം പറഞ്ഞാൽ ഇതിൽ 132 വകുപ്പ്, അതിലേറെ ഉപവകുപ്പുകളുണ്ട്. അതിലൊന്നുപോലും SC STക്ക് അനുകൂലമായിട്ടൊരു സാധനം ഇല്ല. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇപ്പം 10-30 കൊല്ലമായാലും പുസ്തകം ഇറങ്ങിയിട്ട് അവർ പറയട്ടെ.
അതിൽ ഇതിൻ്റെ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹമാണ് നിയമം എഴുതിയുണ്ടാക്കിയത് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ വിവാദമായ ചില അന്ന് മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ കണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹം ഈ കുടുംബ ട്രസ്റ്റ് വഴി സംരക്ഷിക്കപ്പെട്ടെന്നാണ്. അതെന്താണെന്ന് ഇവിടെ വിശദീകരിക്കുക. അതെ, അത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. അതിൽ ഒരു ജന്മിയുടെ ഭൂമി ഏതെല്ലാം വിധത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം നിങ്ങൾ 5 സെൻറ്റും അല്ലെങ്കിൽ ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾ നിയമം അനുസരിച്ച് നിങ്ങളെ ഭൂമി നിങ്ങളെ കൃഷിഭൂമി കയ്യിൽ വെച്ചും വിചാരിക്കുക. ബാക്കി ഭൂമി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കി അതിന് പരിധിയില്ല. BR കൃഷ്ണയ്യർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് തുറന്നു പറയുകയും ചെയ്ത്. അതേപോലെ തന്നെ ആ സമയത്തിന് സമകാലീനായ അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആ നിലക്ക് കുറേ ആളുകൾ അങ്ങനെ അതേപോലെ സ്വന്തം ഭൂമി വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, കുറേ പാർട്ടിക്കാരൊക്കെ. അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു വിഷയം എന്താ പറയുന്നുണ്ടെങ്കിൽ ഈ 1957 ഇങ്ങനെയുള്ള ബില്ലുകൾ വന്നപ്പോൾ അപ്പം തന്നെ EMS നമ്പൂതിരിപ്പാട് വേണ്ട സ്ഥലത്തേക്ക് ഈ ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉണ്ട് എന്നുള്ള എത്തിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് അവർ ഭൂമി തരമാറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് MGS നാരായണൻ പറഞ്ഞിട്ടുണ്ട്. MGS നാരായണൻ മനസ്സിലായില്ലേ? അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതായത് ഈ ഭൂപരിഷ്കരണ നിയമം ഈ സ്റ്റേറ്റിനെ വല്ലാത്ത ഒരു തലത്തിൽ അതിൻ്റെ ഭക്ഷ്യ ഉൽപാദനത്തിന് ഭയങ്കര ഗണ്യമായ ഒരു ഇതിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിന് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഭൂപരിഷ്കരണ നിയമം നടക്കുന്ന സമയത്ത് കൃത്യമായും ഭൂമിയിൽ പണിയെടുക്കുന്നവൻ്റെ കയ്യിൽ ഭൂമി കിട്ടുമായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഭക്ഷ്യക്ഷാമം മാറിക്കിട്ടിയാണ്. പകരം ഇപ്പം നമ്മൾ ഈ അവർക്ക് 2 സെൻറ്റ് 3 സെൻറ്റും 5 സെൻറ്റും 10 സെൻറ്റും കൊടുക്കുന്നതിലൂടെ ഇവൻ്റെ മനുഷ്യാധ്വാനം വിറ്റ് കൃഷിക്കാരന് വിറ്റ് അധ്വാനം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. പകരം അവർക്ക് ആവശ്യമായ കൃഷി ചെയ്യാനുള്ള ഭൂമി കൊടുക്കുമായിരുന്നെങ്കിൽ കേരളം ഒരു ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത നേടിയാണ്. ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ ഭക്ഷണ ദൗർബല്യം വളരെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ ആരാണോ കൃഷി ചെയ്യുന്നത്, ആർക്കാണോ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളത്, ആർക്കാണോ കൃഷി ചെയ്യുന്നതിൽ വൈദഗ്ധ്യം ഉള്ളത് അവർക്ക് ഭൂമി നൽകിയില്ല. അവർക്ക് നൽകിയ 3 സെൻറ്റ് മുതൽ 10 സെൻറ്റ് വരെയാണ്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ഭൂമി മുഴുവനും ഈ ആളുകളുടെ കയ്യിൽ തന്നെ വിട്ടുകൊടുക്കാൻ ചെയ്യുക, ജന്മിമാരുടെ കയ്യിൽ. അവർക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പാട്ടം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പാട്ടം നിരോധിച്ചാ അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പാട്ടം നിരോധിച്ച മൂലം ഇവർക്ക് പട്ടികക്കാരനും ഭൂമിയിൽ കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് പാട്ടം പത്തായത്തിലെത്തുന്നില്ല, നെല്ല് പത്തായത്തിലെത്തുന്നില്ല. പക്ഷെ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണം. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ സ്ഥലം വിൽക്കും. അങ്ങനെ സ്ഥലം വിറ്റിലാണ് കുറേ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഭൂമി ഇല്ലാതെ ഞങ്ങൾക്ക് ഭൂമിയില്ല, ഞങ്ങൾ കോളനിയിലേക്ക് ആയിപ്പോയി എന്നൊക്കെ പറയുന്നത്. അത് ആണ് പിന്നീട് വലിയ തോതിൽ പല സിനിമകൾക്കും വളമായി മാറിയത്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം സിനിമകൾക്ക് അവാർഡുകൾ വരുന്നത്. കാരണം ഇവര് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇവരുടെ കാര്യമാണ്. ഇവര് കഷ്ടപ്പെടുന്ന ഇവര് കണ്ട ഇവർക്ക് യാതൊരു ഭൂമിയില്ല. ഈ ഭൂമി ഇല്ലാതായിപ്പോന്ന ഇതാണ് കാരണം. ഇവര് പറഞ്ഞു വരുന്നത് ഇവരുടെ ഭൂമി നഷ്ടപ്പെടാനുള്ള കാരണം ഭൂപരിഷ്കരണം വന്നുകൊണ്ടാണ്. ഭൂപരിഷ്കരണം വന്നുകൊണ്ട് ഈ ഭൂമി ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. 3 മുതൽ 5 സെന്റ് ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ഇവരതിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. 55% പൈസ കുടികൂടപ്പ് കാരണം ബാക്കി 45% സർക്കാരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എങ്ങനെ നഷ്ടം വരുന്നത്? മാത്രമല്ല ബാക്കി ഭൂമി മുഴുവൻ ഇവർ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ പിടിച്ചെടുത്ത ഭൂമി മിച്ച ഭൂമിയായി പിടിച്ചെടുത്ത ഭൂമിക്ക് ഇവർ സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് എങ്ങനെ നഷ്ടം വരുന്നത്? ഇവർക്ക് നെല്ല് പത്തായത്തിലെത്തുന്നില്ല, ഇവർക്ക് കൃഷി ചെയ്യാനും അറിഞ്ഞുകൂടാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഭക്ഷണത്തിനുള്ള അരിയും മറ്റുള്ള സാധനങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമി വിൽക്കണം. മാത്രമല്ല പഴയ ആചാരങ്ങൾ അതേപോലെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ പൈസ വേണ്ടേ? അപ്പം ഉള്ള ഭൂമി വിറ്റ് പോയി അവസാനം 10 സെന്റിലോ 3 സെന്റിലോ ഇവർ ഒതുങ്ങുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കുറേ സാഹിത്യകാരന്മാരും സിനിമാക്കാരും രംഗത്തിറങ്ങി ഇവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് സിനിമ ഇറക്കുന്നത്.
അപ്പോഴാണ് അവർക്ക് ഈ അവാർഡ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഗവേഷണം നടത്തേണ്ട വിഷയമാണ്. മാത്രമല്ല ഒരു പരിപാടിയുമായിട്ട് എറണാകുളം കേന്ദ്രീകരിച്ച് പട്ടികജാതി ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയുണ്ട്, MG ട്രസ്റ്റ്. ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചെയർമാനെ ക്ഷണിക്കാൻ ഡോക്ടർ കണ്ടോർ സാറിനെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങളെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. അതായത് MG ട്രസ്റ്റ് ഒരു കോളേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അന്നത്തെ ഗവൺമെൻറ്റിനോട് 25 ഏക്കർ സ്ഥലം ചോദിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ആരാണെന്ന് എനിക്ക് പറഞ്ഞ് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ അങ്ങനെ കൊടുക്കാൻ ഭൂമിയൊന്നുമില്ല, അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഭൂമിയോടെ ഇല്ല, ഭൂമിക്ക് അല്ലെങ്കിൽ തന്നെ ഭൂമിക്ക് ക്ഷാമമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ആഴ്ച തന്നെ 150 ഏക്കർ ഭൂമി ടാറ്റക്ക് 99 വർഷം ലീസിന് കൊടുത്തു. ഇത്തരം വിവേചനങ്ങൾ കാലാകാലങ്ങളായിട്ട് തുടരും. ഇപ്പോൾ പാർട്ടി ഓഫീസുകൾ, മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അനധികൃതമായിട്ട് കെട്ടിടങ്ങളെ വെച്ച് മറ്റുള്ള സമുദായങ്ങളും സമൂഹങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും പട്ടികജാതിക്കാരൻ 3 സെന്റിലും 5 സെന്റിലും 10 സെന്റിലും ഒക്കെ തളച്ചിലപ്പെടുകയാണ്. മാത്രമല്ല ഇതിൽ വന്ന ഒരു വലിയൊരു എന്താണ് ഭയങ്കരമായ നമ്മളെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് മുമ്പത്തെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിസ്റ്റം അനുസരിച്ച് പലയിടത്തും 5 മക്കൾ 7 മക്കളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരാൾക്കും 1-2 പേർക്ക് ഭൂമി വീട് വെക്കാനുള്ള സ്ഥലം കഴിച്ചിട്ട് ബാക്കി ഉള്ള ആളുകൾക്കൊന്നും അവർക്ക് ഭൂമി വെക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇപ്പം പല ആളുകളും വാടക വരും താമസിക്കുന്നുണ്ട്. ഇത് ഈ സർക്കാർ ഭൂമി ഇപ്പം മുമ്പ് അക്വയർ ചെയ്ത ഭൂമി കൊടുക്കാൻ വേണ്ടി മിച്ചഭൂമിയായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഭൂമി തീർത്ത് ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭൂമി കൊടുക്കാതെ റിസർവ് ചെയ്ത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും ഭൂമി വീട് വെക്കാനുള്ള ആളുകൾക്ക് കൊടുക്കാത്തതെന്നുള്ള ഒരു നിരീക്ഷണത്തിൽ എന്താണ് അത് തോന്നിയിട്ടുള്ളത്? അല്ല, ഇപ്പോൾ രാജമാണിക്യത്തിൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 5 ലക്ഷം ഏക്കർ ഭൂമി ഇപ്പം കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിന് നിയമം ഉണ്ടാക്കിയാൽ പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്നാണ്. ഇതിന് താല്പര്യമാണ് കാണിക്കേണ്ടത്. ഈ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണോ ഈ ഭൂമി ആവശ്യം അവരിൽ നിന്ന് ഡിമാൻഡ് വരണം. അപ്പൊ ആ ഡിമാൻഡ് വരുന്നില്ല. ഈ ഡിമാൻഡ് വരാതിരിക്കാനുള്ള കാരണം നമ്മുടെ ആളുകൾ പലരും ഈ പാർട്ടികളുടെ അടിമകളായി നിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം. അതന്നെ വിഷയം. മനസ്സിലായില്ലേ? നേരെ മറിച്ച് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഏതെങ്കിലും ഉന്നതരായിട്ടുള്ള ആളുകൾ ചോദിക്കുമ്പം ഭൂമി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 99 വർഷത്തേക്ക് 5 റുപ്യ പാട്ടത്തിന് കൊടുക്കുന്ന പറഞ്ഞാൽ ആ ഭൂമി അവരുടേതായി. ഈ പാട്ടം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വാങ്ങുന്നുണ്ടോ എന്നുള്ള ആരും അന്വേഷിക്കുന്നില്ല. കോടിക്കണക്കിന് ഉറുപ്പ്യ ആ വിധത്തിൽ സർക്കാരിന് കിട്ടാനുണ്ട്, സർക്കാരെ വാങ്ങുന്നില്ല. ഇതിന്റെ പാട്ടകാലാവധി കഴിഞ്ഞ കുറെ ഭൂമികൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പാട്ടം കൊടുക്കേണ്ട ഭൂമിയുണ്ട്, ശരിക്കും കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഏത് വിധേന നോക്കിക്കഴിഞ്ഞാലും ഈ ഇപ്പൊ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ നോക്കിയാലും ഈ SC/ST വിഭാഗത്തിനോടും ഭൂമിയുടെ കാര്യത്തിൽ വളരെയധികം വിവേചനം കാണിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ കുടികിടപ്പിൻ്റെ കാര്യം. ഇപ്പം കുടികിടപ്പിലുള്ള ആൾക്ക് ഒരു അവിടെ താമസിക്കുന്ന ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെങ്കിൽ 2 പേർക്കും പ്രത്യേകം ഭൂമി കൊടുക്കണമെന്ന് പറയുന്നില്ല. നേരെ മറിച്ച് പിന്നെ ജന്മിക്ക് കുറേ മക്കളുണ്ടെങ്കിൽ അവർക്ക് മക്കളും ഭാര്യ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കുടുംബാക്കിയിട്ട് അവർക്കൊക്കെ ഭൂമി കൊടുക്കാം. മനസ്സിലായില്ലേ? അവന് കൊടുക്കാൻ പാടില്ല. അത് ഈ സംബന്ധമായി ബന്ധപ്പെട്ട് അത്തരം ചില വിഷയങ്ങളുണ്ടെന്നോ? ഉണ്ട്. അപ്പോൾ അവർക്ക് അന്നത്തെ കാലത്ത് കുറെ ഭാര്യമാരുണ്ട്. അവരെ കാര്യം പ്രത്യേകമായിട്ട് പിന്നെ നിയമത്തിൽ പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഭൂമി ഒരാൾക്ക് 1-ൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കുടുംബം എന്ന നിലയ്ക്ക് പ്രത്യേകമായിട്ട് ഭൂമി കൊടുക്കണം. പക്ഷെ പട്ടികക്കാരന് 1-ലധികം ഭാര്യമാരുണ്ടെ കൊടുക്കണ്ട. ആ കാര്യം പറയുന്നേ ഇല്ല. അതൊരു വിവേചനല്ലേ? ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളെ ആളുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരോ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോ പറയുന്നേ ഇല്ല. ഇന്ന് വരെ ഞാൻ അത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. ഈ പട്ടികജാതിക്കാർക്ക് 3 സെന്റിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്വത്തവകാശം ഉണ്ടാകാൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുള്ള പോലെയാണ്. അതായത് പഴയ ഭൂപരിഷ്കരണ നിയമത്തിൽ പറയുന്ന ആ നിയമത്തിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയല്ലേ ഇപ്പോൾ ലൈഫ് മിഷനിലൊക്കെ പറയുന്നത്. 3 സെന്റിനാണ് അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത്. 3 സെന്റ് ഭൂമി വാങ്ങിക്കാനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ 3 സെന്റ് ഭൂമി വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയ പോലെ തന്നെ
ഈ ചതുപ്പ് നിലങ്ങൾ അതേപോലെയുള്ള റിമോട്ട് ഏരിയയിലൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ ഇത് 5 ലക്ഷം ഏക്കർ ഭൂമിയുണ്ടെന്ന് രാജമാണിക്യം ഇതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ അതെന്തുകൊണ്ടാണത് ഇത് നേരത്തെ സൂചിപ്പിച്ചത് നമ്മളൊരു റൂളിംഗ് ക്ലാസ് ആകാത്തത് കൊണ്ടാണ് അത് കിട്ടാത്തതെന്നുള്ള കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനൊരു നിയമം ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് പലപ്പോഴും സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയുടെ ഒക്കെ ചില ഉത്തരവുകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ നിയമങ്ങൾ നടപ്പാക്കാൻ ഏത് ഗവൺമെന്റായാലും വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതേസമയത്ത് 1975 ഡോക്ടർ നല്ല നമ്പീത്തേര ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ മാറി വന്ന ഒരു ഗവൺമെന്റും തയ്യാറായിട്ടില്ല. അപ്പൊ ഇത്തരം വിവേചനങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഈ വിഭാഗങ്ങൾ ഏറ്റുവാങ്ങുന്നതല്ലേ, അതെന്തുകൊണ്ടാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ടാകുന്ന. അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മളെ ഭരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു നേരത്തെ പറഞ്ഞ ഒരു സവർണ കൾച്ചർ അല്ലെ ഹിന്ദു കൾച്ചർ വെച്ച് വരുന്നത്. അത് അവരെ കുടുംബത്തിൽ നിന്നും അവരുടെ സമൂഹത്തിൽ നിന്നും അവർക്ക് കിട്ടിയതാണ്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അത് അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംഭവം, അത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതും അവർ നിർമ്മിക്കുന്ന നിയമങ്ങളൊക്കെ തന്നെ ആ രീതിയിലായി മാറും. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഭൂപരിഷ്കരണ നിയമം. ഇത് നിർമ്മിച്ച ആളുകള് മുഴുവനും ജന്മി കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ്. ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കുന്ന പട്ടികക്കാരൻ അതിൽ ഉൾപ്പെടുത്തിയിട്ട് നിയമം ഉണ്ടാക്കിയല്ല. ഒരു പട്ടികക്കാരൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാള് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഞായറാഴ്ച അവരില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും റൂളിംഗ് ക്ലാസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അല്ല, ഇതിൽ എനിക്ക് തോന്നിയത് ഇപ്പോൾ അന്ന് ആദ്യത്തെ ഗവൺമെന്റിന്റെ മറ്റേ വിമോചന സമരം നടത്തി പുറത്താക്കിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ വിമോചന സമരം നടത്തി ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി അധ്വാനിച്ച അല്ലെങ്കിൽ അതിന് പണിയെടുത്ത ആളുകളുടെ പിന്മുറക്കാരാണ് ഇപ്പം ഇതിൻ്റെ നേതാക്കന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ മിനിസ്ട്രിയിലൊക്കെ തന്നെ ഏതാണ്ട് ഒരു 50% കൂടുതൽ മുന്നോക്കക്കാരായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും ഈ പട്ടികാധികാര പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാർ ലീഡേഴ്സ് മനസ്സിലാക്കുന്നുള്ളതാണ്. അവർക്കിപ്പോഴും ബാബാസാഹേബ് അംബേദ്കർ ഭരണഘടനയിൽ വിഭാവനം ചെയ്ത 10% സംവരണത്തിന് അപ്പുറത്ത് അവർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഈ കേരളത്തിലുള്ള ഈ മറ്റുള്ള വിഭാഗങ്ങൾ ഒരു ഭൂസ്വത്തുടമ വിഭാഗമായിട്ട് മാറിയതിൻ്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരുടെ ഇടയിൽ നിന്ന് ഈ രാഷ്ട്രീയത്തിൽ വന്ന MLA-മാരും മന്ത്രിമാരും അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളൊക്കെ അവരവരുടെയൊക്കെ സമുദായങ്ങൾക്കുള്ള ട്രസ്റ്റിനും സഭക്കും ഒക്കെ വേണ്ടി ഭൂമി ഇഷ്ടദാനം കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് പട്ടികാധികാരം പ്രതിദാനം ചെയ്തിട്ടുള്ള ലീഡേഴ്സ്, ഇപ്പോൾ മന്ത്രിമാരായാലും MLA-മാരായാലും ഇതിനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനേതെങ്കിലും ഒരു ചെറുവിരൽ പോലും ആക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്താണ് അങ്ങനെ? അല്ല, അവർക്ക് അങ്ങനെ നോക്കേണ്ട ബാധ്യത ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കുന്ന പട്ടികക്കാരല്ല, അതൊരു പൊതുസമൂഹമാണ് തിരഞ്ഞെടുക്കുന്നത്. അത് നമുക്ക് ഗാന്ധി വെച്ചൊരു പാരയാണ്. അംബേദ്കർ മുന്നോട്ട് വെച്ച സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെപ്പറേറ്റ് ഇലക്ടറേറ്റിലൂടെ SC/ST വരുമ്പോൾ അവർക്ക് അവരുടെ പ്രാതിനിധ്യം ഉള്ളത്. അപ്പൊ അവരുടെ കാര്യങ്ങൾ അവർക്ക് പറയാം. നേരെ മറിച്ച് ഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഇപ്പോഴത്തെ സംവരണം, ഇത് രാഷ്ട്രീയത്തിലെ സംവരണം ഞാൻ പറഞ്ഞു, മറ്റേ ഉദ്യോഗ സംവരണമല്ല. അതിലൂടെ വരുമ്പോൾ പാർട്ടിക്കാർ നിശ്ചയിക്കുന്ന പട്ടികക്കാരനായിട്ട് വരിക. ആ പാർട്ടിക്കാരൻ നിശ്ചയിച്ച പട്ടികക്കാരൻ വരുമ്പോൾ പാർട്ടി പറയുന്ന അയാൾക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ആദിവാസികൾക്കെതിരെ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു ഒറ്റ പട്ടികക്കാരനും ആ നിയമത്തിന്റെ എതിർക്കാതിരുന്നത്. പിന്നെ ഗൗരിയമ്മ മാത്രമാണ് എതിർത്തത് നിയമസഭയിൽ, മനസ്സിലായില്ലേ? അതന്നെ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ഭൂമിയുടെ കാര്യം മാത്രമല്ല, ഈ ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഈ വിഭാഗങ്ങൾ ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ ഒരു ഭൂസ്വത്തുടമസ്ഥ അവകാശത്തിന്മേലെ അതിൽ ഉയർന്നു വരാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരാനുള്ളൊരു സാഹചര്യം ഇല്ലാതാകാൻ അടിസ്ഥാന കാരണം നമ്മുടെ കേരള ഭൂപരിഷ്കരണ നിയമമാണ്. അതിൽ ശരിക്കും ബേസിക്കായിട്ട് അവരെ ബാധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും വിഷയം അല്ല. നമ്മൾ ഈ ഉയർന്നു വരുമ്പോഴും ഈ പലരും ഭൂമിയെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ
നമ്മളെ ആളുകൾ ഒരു നല്ലൊരു ശതമാനം ആളുകളെ കോളനിയിലാക്കിയാണ്. ഇപ്പം ഈ കുടികിടപ്പിലൂടെ 3 സെന്റ് കിട്ടിയ കുറച്ച് ആൾക്കാർ, പിന്നെ മിച്ച ഭൂമിയിൽ കുറച്ചുകൂടി കിട്ടി, ബാക്കി കുറേ ആൾക്കാർ ഇങ്ങനെ അലഞ്ഞു നടന്നിട്ടുണ്ട്. അവരെല്ലാം കൂടി പിടിച്ചിട്ടാണ് കോളനി ഉണ്ടാക്കിയെടുത്തത്. ഈ കോളനി തന്നെ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണ്. അപ്പം തരിശായി കിടക്കുന്ന ഭൂമി ഉന്നതന്മാരുടെ കയ്യിലായിരിക്കും ഇത് ഉണ്ടാവുക. അവരെ കയ്യിൽ നിന്ന് സർക്കാർ പൊന്നും വിലയ്ക്കാണ് വാങ്ങുന്നത്. ഈ പൊന്നും വില വയ്ക്ക് വാങ്ങിയ പട്ടികക്കാരനെ അവിടെ കോളനി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഒരു കോളനി ഒരു മോന്തായത്തിന്റെ അപ്പുറം ഇപ്പുറം 2 കുടുംബക്കാരാണ് താമസിക്കുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് അവൻ അവിടെ നിന്ന് താമസിക്കുന്ന ആൾക്കാർ, അവിടെ ഏതാക്കാലം താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് ആൾക്ക് ചിന്തിക്കാൻ കഴിയും. അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ഒരു ഭൂസ്വത്തുള്ള പിന്നെ ആളുകളുടെ ചിന്ത വേറെ ആയിരിക്കും. ഈ 2 ചിന്തകൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് ചിന്തകള് പിന്നെ നല്ല രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം അവരിലേക്ക് എത്തണം. നമ്മുടെ അക്കാഡമിക് വിദ്യാഭ്യാസം എല്ലാം പറയുന്നത്, സാമൂഹ്യ വിദ്യാഭ്യാസം ആ രീതിയിൽ എത്തുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയത്തിൽ എനിക്കൊന്ന് നമ്മളെ ആളുകൾ ശരിയായ രീതിയിൽ ഇത് പഠിക്കുക തന്നെ വേണം. കേരള ഭൂപരിഷ്കരണ നിയമത്തിലൂടെ അവർ ഈ അടിസ്ഥാന തൊഴിലാളി വർഗം എങ്ങനെ വഞ്ചിക്കപ്പെട്ടു, അവരോട് ഈ ശരിക്കും ചാതുർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പട്ടികക്കാരൻ്റെ ഭൂമിക്ക് 25% മിച്ച ഭൂമി മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ അന്ന് സർക്കാരിനുള്ള എല്ലാ ഭൂമിയും എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് 5 ഏക്കറിൽ കുറവുള്ള പിന്നെ ജന്മിക്ക് വീണ്ടും ഭൂമി എടുക്കുക. അവരുടെ അടുത്ത് പിടിച്ചെടുക്കുന്നില്ല. എന്തുകൊണ്ട് അവരുടെ അടുത്ത് പിന്നെ ആശുപത്രിക്കും സ്കൂളിനും പിന്നെ ഭൂമി പിടിച്ചെടുക്കുന്നില്ല? അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതൊരു വലിയൊരു വിവേചനം തന്നെയല്ലേ? ഇപ്പം നമ്മളിന്ന് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കേരള ഗവൺമെൻറ് 2ാം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ പുതിയ ഈ 2ാം ഭൂപരിഷ്കരണ നിയമത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു നിർദ്ദേശങ്ങൾ ആ കാര്യത്തിൽ വെക്കാനുണ്ട്. അതെങ്ങനെ നിർദ്ദേശങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വരേണ്ടതെന്നുള്ള പറയാൻ കഴിയും? അല്ല, നിർദ്ദേശങ്ങൾ വെക്കുക എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മളൊരു കൂട്ടായ്മ വെച്ചിട്ട് തന്നെ എല്ലാവരും നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. പ്രധാനമായിട്ടും ഭൂമി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് ഭൂമി കൊടുക്കുക തന്നെ വേണം. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അയാളെ സഹായിക്കുക തന്നെ വേണം. മാത്രമല്ല, ഇന്ന് നിലവിലുള്ള ഈ ഒരു പിന്നെ ഭൂമിക്കുള്ള ഒരു ഇത്ര ശതമാനം കൊടുക്കുക, അത് വീണ്ടും കുറയ്ക്കണം. ഇവിടെ പല വിധത്തിൽ ഭൂമി പിന്നെ 1000കണക്കിന് ഏക്കർ ഭൂമി കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തോട്ടം ഭൂമിക്കായാലും പിന്നെ സ്വകാര്യ വനഭൂമിയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആ പരിധി ഇല്ലാതെ വെച്ചിരിക്കുകയാണ്. അതിന് പരിധി വെക്കണം. മനസ്സിലായില്ലേ? ആ ഭൂമി മാത്രമല്ല, ഇപ്പം നിലവിലിപ്പോൾ 5 ലക്ഷം ഏക്കർ ഭൂമി പിന്നെ പിടിച്ചെടുക്കാനുണ്ടല്ലോ. അതൊക്കെ ഇവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരൊരു പിന്നെ ഭൂവുടമ രീതിയിൽ എത്തിക്കണ്ടേ? ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഇത് പിന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആളുകൾ കൂടിച്ചേർന്നിരുന്നിട്ട് ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊരു ചർച്ചയായിട്ട് ഉയർന്നു വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ആ നിലക്ക് ഇത് ഇപ്പൊ 1995 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ എഡിഷൻ ഈ കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പുസ്തകം ഫസ്റ്റ് എഡിഷനാണ്. അപ്പൊ 4ാമത്തെ എഡിഷനാണ്. ഈ എഡിഷൻ എത്തുന്നത് വരെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അതിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും പിന്നെ ഇതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ MP തന്നെ ഞാൻ നേരിട്ട് കേട്ടല്ല, പറഞ്ഞതായിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞാണ്. അല്ലാതെ പുസ്തകം വിൽക്കരുതെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചത്, എടുപ്പിച്ചത്, അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. അല്ല, ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ട് അത് പാർട്ടിക്കാർ അതൊരിക്കലും വരില്ല, അത് വരില്ല. പിന്നെ നമ്മളിപ്പോൾ നിലവിലുള്ളപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ UDF ഭരിക്കുന്ന അവരും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അത് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവും, ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നമ്മൾ മാറേണ്ട. അല്ല, സമ്മർദ്ദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ നമ്മളെ ആളുകൾ വേണമല്ലോ. നമ്മളെ ആളുകൾ നിയമസഭയിലുണ്ട്. 14 ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലേ പോകുന്നത്. അവർക്ക് പറയാൻ പറ്റുമോ അടുത്ത പ്രാവശ്യം പിന്നെ സീറ്റ് കിട്ടൂലല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ ഇത് പുറമേ നിന്നാണ് ഇതിന്റെ ഡിമാൻഡ് വരേണ്ടത്. അപ്പൊ അങ്ങനെ പുറമേ നിന്ന് ഡിമാൻഡ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പാകപ്പെടുത്തലാണ് നിങ്ങളിപ്പോൾ ആളുകൾ ഇപ്പൊ ചെയ്യുന്നത്. അതെ.
അല്ല അത് നമുക്ക് ഈ ഒന്നാം ഭൂപരിഷ്കരണ നിയമത്തിന്റെ പാളിച്ചകൾ അതൊരു ചർച്ചയിലൂടെ വരുമ്പോൾ മാത്രമല്ല രണ്ടാം ഭൂപരിഷ്കരണ നിയമത്തിൽ അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. അതൊരു വ്യാപകമായിട്ടുള്ള ഒരു ചർച്ച ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയും? അതൊരു പാളിച്ച എന്ന് പറയുമ്പോൾ നമ്മളെ മനഃപൂർവ്വം ബോധപൂർവ്വം അല്ല, ഇത് ബോധപൂർവം വരുന്ന സംഭവമല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഗൗരവമായ രീതിയിൽ ഈ ഭൂമി ഇപ്പൊ മൊത്തം ഒരു കണക്കുണ്ടാകുമല്ലോ. ഷെഡ്യൂൾഡ് കാസ്റ്റിന് എത്രയുണ്ട്, OBCക്ക് എത്രയുണ്ട് എന്നുള്ള കണക്കുണ്ടാകുമല്ലോ. ആ പരിധിയിൽ ഒരു പരിധി വെച്ചിട്ട് അതിന് കൂടുതലുള്ള ഭൂമി പിടിച്ചെടുക്കുക തന്നെ വേണം. അതിന് നമ്മുടെ സർക്കാർ തയ്യാറാവുമോ? ഇപ്പം സർക്കാരിന് പിടിച്ചെടുക്കാവുന്ന ഭൂമി തന്നെ പിടിച്ചെടുക്കുന്നില്ല. അതിലൊരു പഠനം നടത്തിയിട്ടുള്ള ആളെന്നാലൊക്കെ ഇപ്പൊ ഈ സ്വകാര്യ വ്യക്തികൾ ഇപ്പൊ ടാറ്റക്ക് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള പാട്ടഭൂമികളുണ്ട്, ലീസിന് കൊടുത്തിട്ടുള്ള ഭൂമികൾ, അത് പിന്നെ അതേപോലെ തന്നെ ചില സംഘടനകൾ കയ്യിൽ വെച്ചിട്ടുള്ള ഭൂമികൾ, ആരാധനാലയങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ള ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പേ ഈ ആരാധനാലയങ്ങളുടെ കൈവശം വെച്ചിട്ടുള്ള ഭൂമിക്ക് അവർക്ക് അതിൽ പട്ടയം കൊടുക്കാം എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിനവർ പറഞ്ഞത് 1970 മുമ്പുള്ള ഭൂമിയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള തറവിലട 10% അടക്കണം. അത് 80 ശേഷമാണെങ്കിൽ ഇപ്പോഴുള്ള ഇതിന്റെ തറവിലട 25%, അങ്ങനെ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൃത്യമായ ഒരു കണക്ക് ഏതെങ്കിലും ഇപ്പം ഇതിൻ്റെ ഒരു ഡയറക്ടർ എന്നൊക്കെ നമ്മുടെ രാജമാണിക്യത്ത് അങ്ങനെ ഒരു സർവേ നടത്തിയായിട്ട് അറിയാം. അല്ല, അദ്ദേഹം സർവേ നടത്തി അറിയണ്ടെങ്കിലും മൊത്തം സർക്കാരിന്റെ ഭൂമി പിന്നെ പാട്ടഭൂമി തിരിച്ചു കിട്ടാനുള്ള ഭൂമി എത്ര ഉണ്ട് എന്നുള്ള കണക്കാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇപ്പം 1947 ശേഷം നമ്മൾ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിനു മുമ്പേ പിന്നെ ഈ വിദേശികൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടേതായിട്ട് മാറേണ്ടതാണ്. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ അതിന് തയ്യാറാവണം. അത്തരം ഭൂമികളാണ് ഇപ്പൊ 5 ലക്ഷം ഭൂമി കിടക്കുന്നത്, ഏക്കർ ഭൂമി കിടക്കുന്നത്. 5 ലക്ഷം ഓൾറെഡി ഉണ്ട്. അത് എടുത്താൽ മതി. അത് വേണമെങ്കിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കിയാൽ മതി. അത് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരെ കയ്യിൽ നിന്നോട്ടെ. അവരെ കയ്യിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പിന്നെ രാഷ്ട്രീയത്തിന് പ്രതിനിധികൾക്ക് എന്താ ഗുണം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അവരിൽ നിന്ന് പല സൗജന്യം അവർക്ക് കിട്ടും. അവർ നടത്തുന്ന പല വ്യവസായങ്ങളുണ്ടല്ലോ, അവരുടെ മക്കൾക്കും മരുമക്കൾക്കും അവരുടെ ഡയറക്ടറായി മാറാം. പല വിധത്തിലുള്ള സൗജന്യമുണ്ട്. അത് തന്നെയാ, മറ്റു വേറൊന്നല്ല.